കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു വെഞ്ഞാറമൂട് കൂട്ടക്കൊല. അവിടെ ആ കൂട്ടക്കൊല നടത്തിയ പ്രതി ഈ ജയിലിൽ തൂങ്ങി മരിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു ഇന്നലെ. ഇപ്പോൾ ആ പ്രതിയുടെ സ്ഥിതി വലിയ നില ഗുരുതരമാണ്. അത് എങ്ങനെ ഈ പ്രതിക്ക് അവസരമുണ്ടായി? കാരണം പൂജപ്പുര പോലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സെൻട്രൽ ജയിലിൽ ഈ പ്രതിക്ക് അത്ര സുരക്ഷയേ ഉള്ളൂ. അത് അഫ്ഗാൻ അല്ലേ? അത് 5 പേര് വധിച്ചു വന്ന ഒരു പ്രതിയാണ്. അത്ര അതിൻ്റെ ആ നിരീക്ഷണം പോരായിരുന്നു എന്നൊരു സംശയം തോന്നുന്നു. കാരണം ഇത്രയും വലിയൊരു പേരെ കൊന്നിട്ട് വന്നിരിക്കുന്ന ഒരു നമ്പർ 1 പ്രതിയായിട്ടുള്ള അല്ലേ, ഇതിനകത്ത് വേറെ പ്രതികൾ ആരുമില്ല. കാരണം ഓടി നടന്നാണ് കൊലപ്പെടുത്തിയത്. ഒരു വീട്ടിൽ നിന്നും കൊല നടത്തി മറ്റൊരു വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ മണിക്കൂറുകളോളം വെഞ്ഞാറമൂടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ബൈക്കിൽ സഞ്ചരിച്ച് അങ്ങനെ കൊല നടത്തുകയാണ് പ്രതി. അത് ആ കേരളം മുഴുവൻ ഞെട്ടിപ്പോയതെന്നുള്ളതാണ്. ഇങ്ങനൊരു സമാനമായൊരു സംഭവം പോലും മുമ്പ് ഇവിടെ ഉണ്ടായിട്ടുള്ളതല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രതി, അതും തിരുവനന്തപുരത്ത് സെൻട്രൽ ജയിലിൽ ഇത്രയും യാതൊരു നിരീക്ഷണവും ഇല്ലാതാണോ കഴിഞ്ഞത്? ഇതിൻ്റെ പിന്നിൽ ഒരു പക്ഷേ നമുക്കങ്ങനെ നിസ്സാരമായിട്ട് അങ്ങ് തള്ളിക്കളയാൻ പറ്റത്തില്ല. അതിനകത്തൊരു ദുരൂഹതയുണ്ടെന്നാണ് അഭിഭാഷകൻ പറയുന്നത്. പക്ഷേ പല കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ, ചേർത്ത് വായിക്കുമ്പോൾ എവിടെയോ ഒരു ദുരൂഹത നിൽക്കുന്നില്ലേ എന്ന് തോന്നും. കാരണം ഇതിപ്പം ഈ അഫ്ഗാൻ ഇത്തരത്തോളം ഒരു ശ്രമം നടത്തി മരണത്തിലേക്ക്, അത് ഉടൻ തന്നെ കണ്ടെത്തിയത് കൊണ്ട് ആശുപത്രിയിൽ എത്തിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ജീവൻ കിട്ടിയാൽ പോലും അദ്ദേഹത്തിന് പൂർവ്വസ്ഥിതിയിലേക്ക് വരാൻ കഴിയില്ല എന്നാണ് പിന്നെ ഡോക്ടർമാർ പറയുന്നത്. അവിടെയാണ് നമ്മൾ ചില കാര്യങ്ങൾ സംശയിക്കേണ്ടത്. ഈ കേസ് വേറെ തരത്തിലേക്ക് മാറുമോ എന്നുള്ളതാണ്. അതിനകത്തൊരു സംശയം ഉണ്ടാകുന്നില്ലേ പലപ്പോഴും? കാരണം ഏതെങ്കിലും തരത്തിൽ മാറ്റിവിടുകയോ, വലിയ സ്വത്തുള്ള ഒരു തറവാട് തന്നെ ആയിരിക്കുമല്ലോ ഇവരുടെ. കടമുണ്ടായിരിക്കാം, പക്ഷേ ആസ്തി ഉണ്ടായിരിക്കാം. അതിനകത്തൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ, ഈ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള പ്രതികളെ സെല്ലിൽ കഴിയുമ്പോഴും അവരെ കോടതിയിൽ ഹാജരാക്കുമ്പോഴും വലിയ സുരക്ഷാ സന്നാഹങ്ങളാണ് ഒരുക്കാറുള്ളത്. ഇപ്പോൾ പറയുന്നത് കുളിമുറിയിൽ അല്ലേ ആണ് തൂങ്ങി മരിക്കാനുള്ള ശ്രമം നടത്തിയതെന്ന് പറയുന്നു. അല്ല, പ്രത്യേകിച്ച് ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള വലിയ വിമർശനമാണ് ഈ ജയിലുകളിലെല്ലാം CPM-ന്റെ കൊലയാളികൾ ഭരിക്കുന്നു എന്ന രീതിയിലുള്ള വലിയ വിമർശനങ്ങൾ ഉണ്ടായിട്ട്. അത് പ്രത്യേകിച്ച് TP ചന്ദ്രശേഖരൻ്റെ വധവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഈ പ്രതികൾ ജയിലിൽ കഴിയുന്നുണ്ടല്ലോ, കൊടിസിനി ഉൾപ്പെടെയുള്ളവർ, ആ രീതി കൃമാണി മനോജ് അടക്കമുള്ളവർ, അവരെല്ലാം ഈ ഏത് സെൻട്രൽ ജയിലിലാണോ കഴിയുന്നത് ആ സെൻട്രൽ ജയിലിൻ്റെ എല്ലാം അധികാരം ഇവർ തന്നെയാണ് നിയന്ത്രിക്കുന്നത്. അവിടെ പോലീസിനെന്ന് റോളില്ലെന്ന് പല വിവരങ്ങൾ പുറത്തു വന്നിരുന്നല്ലോ. അതുപോലെ തന്നെയാണോ ഈ പൂജപ്പുര സെൻട്രൽ ജയിലിലും പോലീസിന് അധികാരമില്ല? പ്രതികളെല്ലാം അവരുടെ ഇഷ്ടപ്രകാരം പോകും, വേണമെങ്കിൽ ആത്മഹത്യ ചെയ്യാം, ചിലപ്പോൾ മർദ്ദനം ഉണ്ടാകും, ആ രീതിയിലേക്കാണോ പോകുന്നത്? അല്ല, അതിനിപ്പോൾ CPM ഭരിക്കണ്ട കേട്ടോ. CPM ഭരിച്ചില്ലെങ്കിലും ഇവർക്ക്, ഇവരുടെ ഈ CPM-ന്റെ കൊലയാളികൾക്ക് ജയിലിൽ അത്രത്തോളം വലിയ സ്വാധീനമുണ്ടെന്നുള്ളതാണ്. അത് പലപ്പോഴും തെളിഞ്ഞിട്ടുള്ള കാര്യവുമാണ്. അപ്പോഴും ഇവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പരോളിലൊക്കെ പോകാറുണ്ട്. കാരണം ഇവർ ജയിൽ കീഴ്പ്പെടുത്തി വെച്ചിരിക്കുകയല്ലേ. അപ്പോൾ അവർ ജയിലിൻ്റെ മേധാവിയാകാം, ചിലപ്പോൾ അവിടുത്തെ സൂപ്രണ്ടും ആകാം. അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടാവും. മൊബൈൽ പോലും കിട്ടുന്നുണ്ടാകാം, ലഹരി വസ്തുക്കളും കിട്ടുന്നുണ്ടാകാം. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊന്നും ഒരു കുറവുമില്ല. അത്യാവശ്യത്തിന് സുഭിക്ഷമായിട്ടുള്ള ഇതാണ്. പ്രത്യേകിച്ച് കണ്ണൂർ ഭാഗത്തുള്ള കണ്ണൂർ ജയിലിലൊക്കെ ഇവരുടെ ഒരു വലിയ വിളയാട്ടവും ഇവരുടെ ഭരണവുമായിരിക്കും നടക്കുക. പ്രത്യേകിച്ച് ഇവരുടെ ഭരണം നിലവിലിരിക്കുമ്പോൾ അവർക്ക് നല്ല സുഖവാസമാണ്. പ്രത്യേകിച്ച് ബന്ധപ്പെട്ട് എല്ലാവരും ഇപ്പോൾ പുറത്താണ്. അവർ പരോൾ വരുമ്പോൾ അകത്ത് കയറും, അത്രേ ഉള്ളൂ. അതെ, ആ പരോൾ സമയത്ത് അതെ അവർ അല്ല, ആ ഒരു വ്യവസ്ഥയിലായിരിക്കുമല്ലോ ഇവരെ കൊണ്ടൊക്കെ കൊലയൊക്കെ ചെയ്യിപ്പിച്ചത്. എത്ര നാൾ പുറത്ത് നിർത്തും? ജയിലിൽ പോകുമെന്നറിയാം, പിടിക്കപ്പെടുമെന്നറിയാം. അപ്പോൾ എത്ര നാൾ പുറത്ത് നിർക്കാം? പിന്നെ അതുപോലെ തന്നെ ഇവരുടെ കുടുംബത്തിന് എത്രത്തോളം സഹായം, പിന്നെ മക്കൾക്ക് ജോലി, അതൊക്കെ ഉണ്ടാകും. പിന്നെ ഭാര്യയ്ക്ക് ജോലി, അവിടെ നമ്മൾ ഇത് നോക്കണം. അവരുടേതായ ചില സഹകരണ ബാങ്കുകളും കാര്യങ്ങളും ഒക്കെ കാണുമല്ലോ. അവിടെ ജോലി, ഇവർക്ക് കുട്ടികളുടെ പഠിപ്പിന് ആവശ്യമായ തുക, ഇതെല്ലാം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെന്താ പ്രശ്നം?
പിന്നെ ജയിലിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വരുന്നു. മാസത്തിൽ ഇത് വേറെ എവിടെ പോയി ജോലി ചെയ്തിട്ട് മാസം തോറും വരുന്നു, അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ വരുന്നു എന്നുള്ളതുപോലെ 2 മാസം കൂടുമ്പോൾ ജയിലിൽ നിന്ന് വരുന്നു. അതോടൊപ്പം തന്നെ നാം അഫ്ഗാനിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഈ അഫ്ഗാനുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ ഒരു ദുരൂഹത ഉണ്ടായിട്ടുണ്ട്. പോലീസ് പറയുന്നത് പല കാരണങ്ങളാണ്. അഫ്ഗാൻ എന്തുകൊണ്ട് കൊലപ്പെടുത്തി എന്നത് ഇപ്പോഴും കൃത്യമായൊരു വിവരമില്ല. ഉമ്മ പറയുന്നു, ഈ അഫ്ഗാൻ പറയുന്നു കടമുള്ളത് കൊണ്ടാണ് ഈ ഉമ്മയെ ഉൾപ്പെടെയുള്ളവരെ ഈ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ബാക്കിയുള്ളവരെ ഓരോ വൈരാഗ്യം പറഞ്ഞ് കൊലപ്പെടുത്തി എന്നത്. പക്ഷേ ഉമ്മയും ഈ അഫ്ഗാന്റെ ബാപ്പയും പറയുന്നത് അങ്ങനെ ഒരു കടമില്ല, അതിന് പിന്നിൽ എന്താണ് സംഭവം എന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ഈ അഫ്ഗാനുമായി ബന്ധപ്പെട്ട് തന്നെ ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ വലിയ ദുരൂഹത ഉണ്ട്. പക്ഷേ എന്നിട്ട് പോലും ഇപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ, ഈ ആത്മഹത്യാ ശ്രമം. അപ്പോൾ അതിലും ഒരു ദുരൂഹത ഇപ്പോൾ അഭിഭാഷകർ, ഈ വക്കീൽമാർ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത്രയും സുരക്ഷിതമായ ഒരു ജയിലിൽ അഫ്ഗാൻ എങ്ങനെ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യാൻ അവസരം ലഭിച്ചു എന്നതിൽ ദുരൂഹത ഉണ്ടെന്ന് വക്കീലന്മാർ തന്നെ സംശയം ഉന്നയിക്കുന്നുണ്ടല്ലോ. അല്ല, വക്കീലന്മാർ പറയുമ്പോൾ അതിനെ വളരെ ഗൗരവത്തിലെടുക്കേണ്ടതാണ്. കാരണം ഈ ജയിലിൻ്റെ സ്വഭാവവും അവിടെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ജയിൽവാസികളോട് ഇടപഴകുന്നതും ഒക്കെ ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അവർ പറഞ്ഞതിനെ നിസ്സാരവൽക്കരിച്ച് തള്ളിക്കളയാൻ പാടില്ല. അതിനകത്ത് എന്തോ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ ദുരൂഹതയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തിനായിരിക്കാം ഇങ്ങനെ ഒരുപക്ഷെ ചെയ്തതെന്നല്ല, ഇനി ചെയ്യിപ്പിച്ചതോ അതോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാണോ അവിടെ ശ്രമം നടത്തിയത് എന്നൊക്കെ ഉള്ളതിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. പക്ഷേ അത് എന്തായാലും ഇനിയിപ്പോൾ പുറം ലോകം ഒട്ടും അറിയത്തുമില്ല. ഒരിക്കലും അഫ്ഗാനെ കാര്യങ്ങൾ തന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതായിട്ട് പറയാൻ അദ്ദേഹത്തിന് വെളിപ്പെടുത്താനായിട്ട് അവസരമൊന്നും ആരുടെ മുമ്പിലും അനുവദിക്കത്തുമില്ല. അപ്പോൾ അതൊക്കെ വീണ്ടും ഈ ദുരൂഹത കൂടിക്കൂടി പോവുകയേ ചെയ്യത്തുള്ളൂ. അല്ല, ഇനി തുറന്നു പറയാൻ കഴിയുമോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അഫ്ഗാന്റെ കോമയിലേക്ക് പോവുകയാണ്. അഫ്ഗാൻ കോമയിലേക്ക് പോവുകയാണെങ്കിൽ അന്ന് എന്താണ് സംഭവിച്ചതെന്ന് തുറന്നു പറയാൻ പോലും കഴിയില്ല. അപ്പോൾ കേസിൻ്റെ വഴി മാറും എന്ന് തോന്നുന്നു. കാരണം പ്രതിക്കൊന്നും പറയാൻ കഴിയുന്നില്ല, അത് ആരെ ഓർമ്മയില്ല. അങ്ങനെയുള്ള ഒരു സ്ഥിതിയിലേക്ക് വേണമെങ്കിൽ പോകാമല്ലോ. മാനസിക നില മുഴുവൻ തെറ്റിയ ഒരാൾ, അങ്ങനെയുള്ള ചരിത്രമൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. കേസിൽ ഡയറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതിൻ്റെ പിന്നിൽ ഒരു വെളിയിൽ നിന്നുള്ള ഈ അഫ്ഗാന്റെ ബന്ധുക്കളോ ഉയർന്ന പോലീസുകാരും തമ്മിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം ഇതിനകത്ത് നടന്നിട്ടുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഏത് തരത്തിൽ വഴിതിരിച്ച് വേണമെങ്കിലും പോകാം, അതാണ് കാണുന്നത്. അല്ലെ, അതിൽ ഏറ്റവും രസകരമായ സംഭവം ഇത്രയും ഒരു വലിയ കൊലയാളി ഇങ്ങനൊരു ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോഴും പോലീസ് വകുപ്പ് പറയുന്നത് തങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയില്ലെന്നാണ് പറയുന്നത്. അത് പിന്നെ എപ്പോഴും അങ്ങനെ പറയത്തുള്ളൂ. കാരണം പ്രത്യേകിച്ച് ജയിലും കൂടെ ആകുമ്പോൾ, ജയിലിൽ അങ്ങനെ വീഴ്ച പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവം വേറൊരു തരത്തിൽ വലിയ ഗൗരവമാകുന്നതാണ്. അത് ആഭ്യന്തര വകുപ്പിൻ്റെ വലിയ പാളിച്ചയായിട്ടും മാറുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഇനിയും ദുരൂഹത ഇവിടെ വെച്ച് തീരത്തില്ല, ദുരൂഹത ഏറേറി വരികയേ ഉള്ളൂ എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.